ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെറിയൊരു കിച്ചൺ കബോർഡ് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ആക്സറീസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമ്മൾ ഇതേപോലുള്ള വർക്കുകൾ എടുത്ത് നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കുന്ന കാര്യമാണ് എന്തൊക്കെ ആക്സസറീസാണ് നമുക്ക് ചെയ്യാൻ നല്ലത്, അതേപോലെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവും വേണം. അപ്പോൾ ആ റേഞ്ചിലാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു കട്ട്ലറിയാണ്, സ്പൂണ് കത്തിയാനുള്ള ഐറ്റംസ് ഇടാൻ, പിന്നെ ഒരു പ്ലേറ്റ് ട്രേ വരുന്നുണ്ട്, പിന്നെ ഒരു ബോട്ടിൽ പുൾ ഔട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഐറ്റമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേപോലെ പലരും വേറെ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, അതേപോലെ നമ്മൾ ചെയ്യുന്ന കിച്ചൺ കബോർഡിൻ്റെ ഷീറ്റ് ഇപ്പോൾ ഇതൊരു പിസ്ത ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ ഗ്രീനിൽ തന്നെ ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, അങ്ങനെ അത് വേറെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡിൻ്റെ ആണോ അതിനനുസരിച്ച് ചെറിയ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ഈ വീട്ടിലും കുറച്ച് ആക്സസറീസും സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഇതായി കാണുന്ന വേസ്റ്റ് ബിന്നാണ്. പിന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചത് വീട്ടിൽ കുറച്ച് ആക്സറീസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ ഒരു കട്ട്ലറി, ഒരു പ്ലേറ്റ് ട്രേ, അതേപോലെ ഒരു ബോട്ടിൽ പുൾ ഔട്ടിൻ്റെ ഇത്. പിന്നെ നമ്മൾ ഇതിൻ്റെ നേരെ മുകൾ വശത്തായിട്ടൊരു നമ്മൾ ഒരു പ്ലേറ്റ് ട്രേയും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ നേരെ കയറ്റി വയ്ക്കാൻ അത്ര ആക്സറീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആക്സറീസുകൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റിൻ്റെ കമ്പനികൾ ഏതാ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ ഒന്ന് ലെക്സഡയാണ്. ഇപ്പോൾ ഈ വീട്ടിലൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത് ലെക്സഡയാണ്. പിന്നെ സർവേഷ് നല്ലതാണ്, മിറാക്കി അതൊക്കെ നല്ലതാണ്. ഇതാണ് ഞാനൊരു പ്ലേറ്റ് ട്രേ യൂണിറ്റാണ് കേട്ടോ. അതായത് അടിവശത്ത് നമ്മൾ കഴുകുന്ന പാത്രങ്ങൾ നേരെ മേലോട്ട് വയ്ക്കുന്ന സമയത്ത് ഈ ട്രെയിലോട്ടാണ് ആ വെള്ളം വീഴുക. അത് നേരെ നമുക്ക് ഇതിൽ തന്നെ ഒഴിച്ച് കളയാവുന്നതാണ്. അതിനാണ് അതിൻ്റെ നേരെ മേൽവശത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മേലിന് ശരിക്കും ഒരു ഗ്ലാസ് ട്രേയും കൂടി കൊടുക്കാമായിരുന്നു, പക്ഷേ അത് ഹൈറ്റ് കൂടും. അപ്പോൾ അവരത്ര മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്ലേറ്റ് ട്രേ മാത്രം ആക്കിയതാണ്. നമ്മൾ ഈ വീട്ടിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഈ മോഡലാർ കിച്ചൺ. ഇത് മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ഇതിൽ ഒരു കാലി റൂം നമുക്ക് തന്നിട്ട് ഇതിൽ മൊത്തം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എന്തൊക്കെ മെറ്റീരിയലാണെന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ ഇതിൽ കാണിക്കണത്. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് പറയാനാണ് ഈ ചിലവ് കുറച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ നമുക്ക് ചിലവ് കൂടുക അതേപോലെ ആക്സസറീസുകൾ വിറ്റ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ നേരത്തെ വീഡിയോയിൽ കണ്ട ഒരു ഗ്ലാസ് ട്രേ, പ്ലേറ്റ് ട്രേ യൂണിറ്റാണ് കേട്ടത്. അതേപോലെ നമുക്ക് കയ്യിലുകളൊക്കെ തൂക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ അതൊന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ഒരു ആക്സസറീസാണ് ഈ കാണുന്ന സംഭവം കേട്ടോ. കാരണം ഇതിന് ഏകദേശം ഒരു 19,000 20,000 രൂപേൻ്റെ ആക്സസറീസിന് മാത്രം വരുന്നുണ്ട്. അതിലൊരു വേസ്റ്റ് ബിന്നാണ് ഇത് വരുന്നത്. ഈ സംഭവം ചെറിയൊരു ബക്കറ്റാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് റേറ്റ് വരുന്നുണ്ട് ഒരു 2000 സംതിങ്. ഇതിൻ്റെ ആക്സസറീസിന് മാത്രം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിറ്റിംഗ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തേക്ക് അത്യാവശ്യം വരും. അതേപോലെ ഒരു കൊട്ട വരുന്നുണ്ട്. സംഭവം സിമ്പിളാണ്, പക്ഷേ ഓൺലൈനിൽ നമുക്ക് അടിച്ചു നോക്കിയാൽ അത്യാവശ്യം ഇതിനും റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ സിമ്പിളായിട്ടൊരു 4-5 എണ്ണം നമ്മുടെ വീട്ടിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ആക്സസറീസുമേയാണ് ഏറ്റവും കൂടുതൽ ഇത് പോകുന്നത്. നമ്മളൊരു കബോർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട മെയിനായിട്ടുള്ള ഒരു ആക്സസറീസിൽ ഒന്നാണ് ഈ കട്ട്ലറി വരുന്നത് കേട്ടോ. അതായത് കത്തി, സ്പൂണ് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഇത് നിർബന്ധമായിട്ട് വെക്കേണ്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഏകദേശം നമുക്ക് ഫിറ്റിംഗ് അടക്കം ഏകദേശം 3000 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത്. അത് നല്ല SS-ൻ്റെ നോക്കി എടുക്കേണ്ടി വരും. കുറഞ്ഞ ഐറ്റംസുകൾ വേറെ ഉണ്ട്. അതേപോലെ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കബോർഡിൽ ഒരു ബോക്സ് അടിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കുന്ന സംഭവം. ഇതിന് റേറ്റ് കുറവാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോഴേക്ക് ഏകദേശം ഒരു 2500 രൂപയുടെ അടുത്ത് വരും. ഈ സാധനം നമുക്ക് നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒന്നാണ് കേട്ടോ. അത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഏകദേശം അതിൻ്റെ രൂപം ഇങ്ങനെയായിരിക്കും. അപ്പോൾ പലരും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ആക്സസറീസ് ആണെങ്കിൽ പോലും, അതേപോലെ ഇതേപോലുള്ള ചെറിയ ചെറിയ കൊട്ടയാണെങ്കിൽ പോലും ഇതിനൊക്കെ റേറ്റ് വരുന്നുണ്ട്. ഏകദേശം 2000-2200 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെക്കുന്ന സമയത്ത് ഏതൊക്കെ വേണം നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെക്കുകയായിരിക്കും നല്ലത്. ഓവറായിട്ട് ആക്സസറീസുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലവ് കൂടും. അതേപോലെ ഇനി പറയാനുള്ളത് നമുക്കിതിൻ്റെ കളറുകളാണ് കേട്ടോ. അത് പറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പലരും കമൻ്റായിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ കളറ് ഏതാണ്, ഇതിൻ്റെ മോഡൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് മോഡലുകളാണ് ലെക്സ, സർവേഷ്, മിറാക്കി, അങ്ങനെയുള്ള സംഭവം വേറെ ഉണ്ട്. അതിൽ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മളെന്തായാലും ലെക്സറയാണ് പറയുന്നത്. അതേപോലെ നമ്മൾ മിറാക്കിയുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സർവേഷിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത് ലെക്സറ മാത്രമാണ്.
അതിൽ ആ 1050 എന്നുള്ളതാണ് അതിൻ്റെ കോഡ് നമ്പർ കേട്ടോ. അപ്പോൾ ഈ കളറ് കിട്ടണം എന്നുള്ളവർക്ക് ലെക്സറെ 1050 എന്ന് കൊടുക്കുക. ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 1001 അതേപോലെ 1036 എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ 1014 അങ്ങനെ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇത് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നൊരു കളറാണിത്, ലെക്സറ 1017. നമ്മളെ വീഡിയോ കാണുന്ന പല ആൾക്കാരും മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും നമുക്ക് പേഴ്സണലായിട്ടാണെങ്കിലും നമ്മൾ കമൻ്റ് ആയിട്ടാണെങ്കിലും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഏതൊക്കെ ഷീറ്റിൻ്റെ കളറ്, അതേ ആക്സസറീസ്, അങ്ങനെ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കിടിലം വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതേപോലെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ പുതിയ പുതിയ മെറ്റീരിയലും അതിൻ്റേതായ വർക്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.